ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഇന്ന് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് രണ്ട് കഥാപാത്രങ്ങൾ വെറുതെ ചുമ്മാ ഒന്ന് വരച്ചു നോക്കാമെന്ന് വിചാരിച്ച്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ എന്താ പറയുക, ദാസനും വിജയനും പോലെ തന്നെ ജസ്റ്റ് ഒരു റഫായിട്ട് രണ്ട് ഫേസ്, പിന്നെ അവരുടെ ഡ്രസ് കോഡൊന്ന് ചെറുതായിട്ടൊന്ന് വരച്ച് നോക്കണേണ്. ഏകദേശം ദാസൻ വിജയനെ പോലെയല്ല ഞാൻ മനസ്സിങ്ങനെ വിചാരിച്ചിരിക്കുന്നത്. നമ്മൾ സാധാരണ ഈ കോമിക്സുകളിൽ ഒരു എന്തായാലും നമ്മൾ ഈ വരയ്ക്കുന്ന ആൾക്കാരാകുമ്പോൾ കുറച്ചും കൂടി എന്താ പറയുക, ഒരു കഥാപാത്രങ്ങൾ സൃഷ്ടിക്കാൻ നോക്കുക. ഇപ്പോൾ ഈ വിക്രമൻ, മുത്തു, അങ്ങനെ ഓരോ കഥാപാത്രങ്ങൾ. അപ്പോൾ അങ്ങനെ ഒരു മനസ്സിൽ വിചാരിച്ചിട്ടാണ് ഞാനൊരു ചെറിയൊരു ചിത്രം വരയ്ക്കുന്നത്. ഒരു റെഫറൻസ് എടുത്ത് ചെറുതായിട്ട് ഒരു റഫായിട്ടാണ് വരയ്ക്കുന്നത്. ഭയങ്കര ക്ലിയറായിട്ടല്ല വരയ്ക്കുന്നത്. ജസ്റ്റ് നമുക്ക് ഒരു മാറ്റം വേണ്ടേ. അതൊക്കെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ പതുക്കെ ആൾക്കാരെ വരച്ച് മൂവി ചെയ്യിക്കണ്ടേ. ആ ഒരു മെത്തേഡാണ് നോക്കുന്നത്. ഇപ്പോൾ ഫുള്ളായിട്ടുള്ള ഡ്രസ് കോഡുകളും പിന്നെ അതേപോലെ എന്താ പറയുക, നമ്മുടെ കളറൊക്കെ മിക്സ് ചെയ്ത് വരുമ്പോഴാണ് ശരിക്കൊരു കാർട്ടൂൺ കഥാപാത്രമായിട്ട് മാറുന്നത്. പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ ഡിറ്റക്റ്റീവ്, അങ്ങനെ ഏജൻസ് അങ്ങനെയൊക്കെ പറയില്ലല്ലേ, അങ്ങനത്തെ ഒരു ഇതാണ് പറയുന്നത്. അപ്പോൾ പക്ക റഫ് സ്കെച്ചാണ് വരുന്നത്. ഇതിൽ കുറേ പ്രാവശ്യം നമ്മൾ റബ്ബ് ചെയ്ത് ഞാൻ ചെയ്തിട്ടുണ്ട്, ഇത് പറയണില്ല. പിന്നെ നല്ലൊരു ഐഡിയ ഇങ്ങനെ മനസ്സിൽ വരുന്നുണ്ട്. ചെറിയ ഒരു കഥാപാത്രം വരച്ച് അതൊരു ലൈവിലേക്ക് കൊണ്ടുവരിക. അതായത് ഒരു കഥാപാത്രമായിട്ട് മാറ്റാൻ വേണ്ടി. ചിത്രങ്ങളായിട്ട് വെച്ചിട്ട് കാര്യമില്ലല്ലോ. ചെറുതായിട്ടൊരു കഥാപാത്രം പോലെ മാറ്റാൻ പറ്റിയ അതൊരു നല്ല ഇതാണെന്ന് എനിക്ക് തോന്നുന്നത്. ഈ ഞാൻ കൂടുതലും ഞാൻ വരയ്ക്കുന്നത് എല്ലാം റഫായിട്ട് ഉള്ള ഒരു സ്കെച്ചസാണ് വരയ്ക്കുന്നത്. പിന്നെ വേറൊരു യൂട്യൂബിൽ ഞാനൊരു ചാനൽ കണ്ടിരുന്നു. അതിൽ ഒരു റെഫറൻസ് ഫോട്ടോ വെച്ചിട്ട് അതേപോലെ തന്നെ 2 മിനിറ്റ് കൊണ്ട് വരച്ച് തീർക്കാൻ വേണ്ടി. അത് നല്ലൊരു എക്സസൈസായിട്ട് എനിക്ക് തോന്നി കേട്ടോ. ഞാൻ ചെയ്യാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. കാരണം നമ്മൾ കൂടുതൽ വരക്കും തോറും കൂടുതൽ തെളിമ വരും. അല്ലെങ്കിൽ കുറേ കൂടി നമുക്ക് നമ്മുടെ റിസൾട്ട് കുറച്ചും കൂടി ഓറിയൻറ്റഡ് ആയിട്ട് മാറുമെന്ന് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഒരു കാഴ്ചപ്പാടാണ്. നമ്മൾ അതിലേക്ക് അത്രയും ഡെഡിക്കേറ്റഡ് നിൽക്കണം എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഈ ഒരു മൂവിങ് പിക്ചേഴ്സൊക്കെ വരയ്ക്കുക എന്ന് പറഞ്ഞാൽ 2D ഒക്കെ വരയ്ക്കുക എന്ന് പറയുമ്പോൾ കണ്ടമാനം വരയ്ക്കേണ്ടി വരും, ഓവറായിട്ട് വരയ്ക്കേണ്ടി വരും. കുറേ ഓരോ മൂമെൻറ്റിൻ്റെ ശരാശരി ഒരു മനുഷ്യൻ നടക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് 7 ചിത്രങ്ങൾ വരയ്ക്കണം. ആ ഒരു ലെഗ് മൂവ്മെൻറ്റ് എനിക്ക് തോന്നുന്നതാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും പ്രാക്ടീസ്ഡ് ആയിരിക്കണം എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് കേട്ടോ. പിന്നെ ദാസനും വിജയനെ പോലെ തന്നെ വേറെ ആരും ഇല്ല കേട്ടോ. അവർ തന്നെയാണ്. ഈ കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ഇത് കണ്ടു, മോഹൻലാൽ ഇങ്ങനെ ഹോസ്പിറ്റലൈസ്ഡ് ആയെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഒരു വിഷമം തോന്നിയായിരുന്നു. ഈ ദാസനും വിജയനൊക്കെ ഞാൻ വളരെ ചെറുപ്പത്തിൽ ഇങ്ങനെ VCDയിലൊക്കെ പോയി കണ്ട, വേറൊരാളുടെ വീട്ടിൽ പോയിട്ടിരുന്ന് കണ്ടതാണത്. അതൊക്കെ എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. അതേപോലെ നമ്മളെ അമർജിത്തുകളുടെ കുറേ കഥാപാത്രങ്ങളുണ്ട്. അതൊക്കെ വരച്ച് നോക്കുന്നത് നല്ലതായിരിക്കും. ഞാൻ ഈ ബോബനും മോളിനെയൊക്കെ വരച്ചിട്ടുണ്ട് കേട്ടോ. അത് ഇതിലിട്ടിട്ടുണ്ട്, പണ്ട് മറ്റേ ഷോർട്സിലിട്ടുണ്ട്. പിന്നെ കുറേ കാർട്ടൂണുകൾ ഒരുവിധപ്പെട്ട മിക്കതും ഫസ്റ്റ് ഞാൻ വരച്ച മുഴുവൻ കാർട്ടൂൺസുകളാണ്. വിത്ത് കളേർഡ് അല്ല പെൻസിൽ കളറിങ് ആണ് ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ കുറേ. എനിക്കത് ഭയങ്കര ഒരു ഇൻട്രസ്റ്റാണ് അത് വരയ്ക്കുന്നത് കേട്ടോ. എനിക്ക് എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവുന്നില്ല. എനിക്ക് സ്വാഭാവികമായിട്ടും ഒരു ക്രേസ് പോലെ എപ്പോഴും തോന്നാറുണ്ട് ഇങ്ങനെ ഓരോ കഥാപാത്രങ്ങൾ വരയ്ക്കുമ്പോൾ. പിന്നെ ബാലരമയിലെ കുറേ ക്യാരക്ടേഴ്സൊക്കെ, പിന്നെ ട്വിങ്കിള്, അതിൻ്റെയൊക്കെ കുറേ ഇടയ്ക്കിടയ്ക്ക് വരയ്ക്കാറുണ്ടായിരുന്നു. പിന്നെ നമ്മൾ എന്താ പറയുക, ഞാൻ ഒരിക്കലും കമ്മീഷൻ വർക്ക് അങ്ങനത്തെ ഇതിലേക്കൊന്നും എനിക്ക് അത്രയും
കോൺഫിഡൻസ് ഇല്ല. കോൺഫിഡൻസ് അതിൻ്റെ ഇങ്ങനെ നിൽക്കാനേ അത് വേറൊരു മൈൻഡ് സെറ്റായിരിക്കണം. അത് ഫുൾ ആ ഒരു ഇത് അങ്ങനത്തെ മൈൻഡല്ല എനിക്ക് വരുന്നത്. എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെറിയ സ്ക്രിപ്റ്റ് ഉണ്ടാക്കി അത് 2-3 പേരെ വരച്ച് അത് ചെറിയ ഒരു സ്റ്റുഡിയോ പോലെ മൂവി ചെയ്യിക്കുക, അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ പണ്ടൊക്കെ ഈ ആർട്സിന് ഒരു ഇതുണ്ടായിരുന്നില്ല, സ്കോപ്സ് കുറവായിരുന്നു. ഇപ്പോൾ പിന്നെ കുറേ സ്കോപ്സ് ഉണ്ട്, ഇഷ്ടംപോലെ ഒരു ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. എല്ലാത്തിനും ഒരു ആർട്ടിൻ്റെ ഒരു ടച്ചപ്പ് ഉണ്ട് ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ, ഡിജിറ്റലായതുകൊണ്ട്. അതുകൊണ്ട് നല്ലത് തന്നെയാണ്. കുറേ ആൾക്കാർക്ക് പിന്നെ ഇതിനോട് ഇൻട്രസ്റ്റ് വേണം എനിക്ക് തോന്നണം കേട്ടോ. എൻ്റെ ഒരു ഇതാണ്. അതായത് ഇങ്ങനെ കുറേ നേരം ഇരുന്ന് അത് വരച്ച് അതിനൊരു ചെറിയൊരു എന്തെങ്കിലുമൊക്കെ പോരായ്മ ഉണ്ടെങ്കിൽ ടച്ച് ചെയ്ത് അങ്ങനെ ചെയ്യുമ്പോഴാണ് കുറേ കൂടി നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ ഇത് എന്നെ റെഫറൻസായിട്ട് എടുത്തിരിക്കുന്ന പടം ദാസനും വിജയൻ തന്നെയാണ് കേട്ടോ. പുള്ളിയുടെ ഒരു രണ്ടുപേരും കൂടി നിൽക്കുന്ന ഒരു ഇതാണ് എടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ ദാസൻ വിജയനെയാണ് ഞാൻ വരയ്ക്കണത്, എനിക്ക് തോന്നുന്നല്ലേ, ആരാണെന്ന് ഓർമ്മയിട്ടില്ല, മോഹൻലാലിനെയാണ് വരയ്ക്കണത്. ശ്രീനിവാസനെ ഞാൻ കുറച്ച് ടൈം എടുക്കും, കുറേ വീഡിയോ ഭയങ്കര ലെങ്തി ആയി പോകും. അതുകൊണ്ട് വരച്ചിട്ട് ഞാൻ ലാസ്റ്റ് ഇടാമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, നമ്മൾ ഏകദേശം 2 CID മാരെ ഉണ്ടാക്കിയിട്ടുണ്ട് തൽക്കാലത്തേക്ക്. നമ്മൾ ഇത് ചെറിയ ചെറിയ ഇതൊക്കെ ഉണ്ടാവും. ഇത് റഫ് സ്കെച്ചാണ്. അപ്പോൾ ആ ഒരു ഇതിൽ എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ശരി. താങ്ക് യു ഫോർ വാച്ചിങ്.